നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. VS അച്യുതാനന്ദനും CPIM-ഉം തമ്മിൽ തുറന്ന പോര്. കൃഷ്ണപിള്ള സ്മാരകം കേസിൽ VS-ന്റേത് പാർട്ടി വിരുദ്ധ നിലപാടെന്ന് CPIM. കേസിൽ TK പളനിക്കും പങ്കുണ്ടാകാമെന്ന് VS. സ്മാരകം തകർത്തത് VS അറിഞ്ഞെന്ന് പളനി. TP കേസ് പ്രതി KC രാമചന്ദ്രന്റെ പരോളിനെതിരെ ചെന്നിത്തലയ്ക്ക് VS-ന്റെ കത്ത്. സൊറാബുദ്ദീൻ ഷേഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ BJP അധ്യക്ഷൻ അമിത് ഷായെ കുറ്റവിമുക്തനാക്കി. തെളിവില്ല എന്ന് CBI കോടതി. ലഷ്കർ ഭീകരൻ ലഖ്വിയെ പാക് സർക്കാർ വീണ്ടും വീട്ടുതടങ്കലിലാക്കി. നടപടി ഇന്ത്യയുടെ കടുത്ത സമ്മർദ്ദം മൂലം. മഹേന്ദർ സിംഗ് ധോണി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വിട പറയുന്നത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ജയം സമ്മാനിച്ച നായകൻ. പ്രഖ്യാപനം ഓസീസിനോടുള്ള പരമ്പര പരാജയത്തിന് പിന്നാലെ 4ാം ടെസ്റ്റിൽ വിരാട് കോഹ്ലി ഇന്ത്യയെ നയിക്കും. കാണാതായ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരുടേതെന്ന് സംശയിക്കുന്ന 40 മൃതദേഹം കണ്ടെത്തി. ജാവ കടലിൽ നിന്ന് കണ്ടെത്തിയ യന്ത്രഭാഗങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്ന് ഇന്തോനേഷ്യ. പ്രശസ്ത പത്രപ്രവർത്തകൻ ബിജി വർഗീസ് അന്തരിച്ചു. വിടവാങ്ങിയത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ച മലയാളി. പ്രമുഖ നിർമ്മാതാവ് ടി വാസുദേവൻ അന്തരിച്ചു. പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ VS അച്യുതാനന്ദന്റെ നിലപാടിനെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി നിലപാടിനോട് യോജിക്കാതെ VS പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. VS-ന്റെ നിലപാട് പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ലെന്നും സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ VS സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് പരസ്യ പ്രസ്താവന നടത്താൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. പാർട്ടി നിലപാടിനോട് യോജിക്കാതെ VS പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ലെന്ന് യോഗം വിലയിരുത്തിയതായി സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വാർത്താക്കുറിപ്പിന്റെ തുടർഭാഗം ഇങ്ങനെ: പോലീസ് കേസിൽ പ്രതിയാക്കപ്പെട്ട ലതീഷ് ചന്ദ്രനെ മഹത്വവൽക്കരിച്ച VS പോലീസ് റിപ്പോർട്ട് പാർട്ടി തള്ളിക്കളയണം എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരത്തോടെ ജീവിക്കുന്ന ലതീഷ് ചന്ദ്രനെ VS അറിയാത്തതല്ല. ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ കോലം കത്തിക്കാൻ തയ്യാറാക്കിയ ലതീഷിനെ പാർട്ടിയിൽ നിന്നും മുമ്പേ പുറത്താക്കിയതാണ്. പാർട്ടി വിരുദ്ധ വികാരത്തിനുമപ്പുറം പാർട്ടിയോട് ശത്രുതാ മനോഭാവം കൂടി ലതീഷ് ചന്ദ്രനിൽ നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴ പാർട്ടി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ലതീഷ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തുടരുന്നത് VS-ന്റെ പ്രത്യേക മനോഭാവം കാരണമായിരുന്നു. ഇതേ മനോഭാവമാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലും VS തുടരുന്നത്. VS അച്യുതാനന്ദന്റെ തെറ്റായ ഈ നിലപാട് പാർട്ടിക്ക് അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ VS ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. നേരത്തെ സെക്രട്ടേറിയറ്റിലെ ചർച്ചയിലും VS-ന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. സമ്മേളനകാലത്ത് VS പരസ്യപ്രതികരണം നടത്തിയത് ശരിയായില്ലെന്ന വിമർശനം യോഗത്തിലുണ്ടായി. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് VS സ്വീകരിക്കരുതെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ മുതിർന്ന CPM നേതാവ് TK പളനിക്ക് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സംഭവത്തിൽ പളനിക്കുള്ള പങ്കിനെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കണമെന്നും VS പറഞ്ഞു. അതേസമയം VS-ന് സംഭവത്തെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്നതിന്റെ തെളിവാണ് പുതിയ വെളിപ്പെടുത്തലെന്ന് TK പളനി പറഞ്ഞു. 96-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് മത്സരിച്ച് തന്നെ ഒറ്റുകൊടുത്ത വ്യക്തിയാണ് TK പളനിയെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കണ്ണാർക്കാട്ടെ പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ പളനിക്ക് പങ്കുണ്ട്. ഞാൻ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ചടയൻ ഗോവിന്ദനെയാണ് സെക്രട്ടറി ആക്കിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് ഒരു പളനിയാണ് ഇതിന് കാരണക്കാരനെന്നുള്ളത് അദ്ദേഹം കണ്ടുപിടിച്ചു, പാർട്ടിയെ പുറത്താക്കി. അപ്പോൾ അവനെപ്പോലുള്ള ആളുകളുടെ ഒറ്റുകൊടുക്കൽ ഇതിന് ബാധകമായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നെപ്പോലും ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്ത ആളുകൾ അതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ട് സംശയമില്ല. VS-ന്റെ ആരോപണത്തോടുള്ള TK പളനിയുടെ പ്രതികരണം ഇങ്ങനെ: അപ്പം അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അറിയാമെന്നായിരിക്കുമല്ലോ. അത് തെളിവ് കൊടുക്കട്ടെ. പി കൃഷ്ണപിള്ള സ്മാരകവുമായി ബന്ധപ്പെട്ട് VS-ന് വ്യത്യസ്ത നിലപാടുണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഘടകത്തിലായിരുന്നു പറയേണ്ടിയിരുന്നത്. ഞാൻ VS-ന്റെ ശിഷ്യനായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് സാമ്പത്തിക മോഹത്തിനും അധികാര വടംവലിയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ആരെയും ഒറ്റുകൊടുത്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആദർശം പിന്തുടർന്നാണ് ഇപ്പോഴും ജീവിക്കുന്നത്. മാരാരിക്കുളത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ തന്നെയും CK ഭാസ്കരനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു VS-ന്റെ ആഗ്രഹം. VS-നെ പോലെ ഒരാൾ മത്സരിച്ചപ്പോൾ അതിൽ കുറെ കൂടെ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. ആ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് ഡീപ്രമോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. റിപ്പോർട്ടർ, ആലപ്പുഴ. പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുള്ളതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ രീതിയിലാണ് നടന്നത്. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു.
അല്ല, അത്തരം സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോയത്. വളരെ വിശദമായ അന്വേഷണം നടത്തിയിട്ടാണ് ഈ പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളത്. അത് പ്രതിപക്ഷ നേതാവിനകത്ത് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ മാധവൻകുട്ടി, NM പിയേഴ്സൺ, ഒപ്പം തന്നെ ജോസഫ് സി മാത്യു, A ഷുക്കൂർ, ആലപ്പുഴ DCC പ്രസിഡന്റ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ എൻ മാധവൻകുട്ടി, നേരത്തെ CPM-ന്റെ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ ആലപ്പുഴയുടെ പാരമ്പര്യം പറയുന്നുണ്ട്. അവിടെ ഒളിവിൽ താമസിച്ചവരെ ഒറ്റുകൊടുക്കാതെ എങ്ങനെ പാർട്ടി സംരക്ഷിച്ചു കൊണ്ടുപോയി നേതാക്കളെ എന്ന് സംബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യമുള്ള ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർ കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കില്ല എന്നും അങ്ങനെ ഒരു ഒറ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുമായിരുന്നു ആ സ്വാഗത സംഘം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ശ്രീ VS അച്യുതാനന്ദൻ മനസ്സിലാക്കുന്നു, TK പളനിയെപ്പോലുള്ളവർ എന്നെ ഒറ്റുകൊടുത്തവരാണ്, അവർക്ക് ഒരുപക്ഷെ കൃഷ്ണപിള്ളയുടെ സ്മാരകത്തെ ഒറ്റുകൊടുക്കാൻ കഴിഞ്ഞേക്കും എന്ന്. അത് VS അച്യുതാനന്ദൻ്റെ ഒരു തിരിച്ചറിവാണെങ്കിലോ? ഷെൻ മാധവൻകുട്ടി, അത് VS അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. എന്താണ് CPM-ൽ സംഭവിക്കുന്നത്? ഒരു വിഭാഗീയത അതിൻ്റെ എല്ലാ വൃത്തവും പൂർത്തിയാക്കിയതിന് ശേഷം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ പോകുന്നു. അദ്ദേഹം വിഭാഗീയത അവസാനിപ്പിച്ചു എന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിലായിരിക്കാം ഒരുപക്ഷെ ആലപ്പുഴയിൽ അധ്യക്ഷം വഹിച്ച് അവസാനിപ്പിക്കാനാകും. എന്നിട്ട് വീണ്ടും ഇല്ലാത്തൊരു പ്രശ്നത്തിൽ വീണ്ടും ഒരു കലഹം. എന്തിനാണിത്? അല്ല, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയ നേതാവിന് നേട്ടമുണ്ടാകേണ്ടതാകണം, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് നേട്ടമുണ്ടാകുന്ന കാര്യമാണെങ്കിലാണ് നമുക്ക് നമ്മുടെ യുക്തി കൊണ്ടത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം പരിശോധിച്ചാൽ VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായതുകൊണ്ട് നേട്ടമുണ്ടാകുന്നില്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നതായിട്ടുള്ള CPM-നും യാതൊരു വിധത്തിലും നേട്ടമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നേതാക്കൾക്കൊക്കെ ഉള്ള വലിയൊരു തകരാറായിട്ട് എനിക്ക് തോന്നുന്നത്, തങ്ങളുടെ കാലം കഴിഞ്ഞാൽ പ്രളയം, ഈ പാർട്ടിയും വേണ്ട ഈ പ്രസ്ഥാനവും വേണ്ട എന്ന് പറയുന്നൊരു തോന്നലുണ്ടോ എന്നുള്ള തരത്തിലുള്ള വളരെ തരംതാഴ്ന്നതായിട്ടുള്ള രാഷ്ട്രീയ ചിന്തയുടെ പ്രതിഫലനമായിട്ട് നമുക്കിതിനെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെൻ മാധവൻകുട്ടി, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ, P കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിന് പിന്നിൽ ഒറ്റുകാരാണ്, മാരാരിക്കുളത്ത് തന്നെ ഒറ്റുകൊടുത്തവർ തന്നെയാണ് ഇതിന് പിന്നിലും, തന്നെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന TK പളനിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ശ്രീ VS അച്യുതാനന്ദനെ പോലുള്ള ആലപ്പുഴയിൽ തഴക്കവും പഴക്കമുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ അതിനെ പാർട്ടി അവിശ്വസിക്കുന്നത് എന്തിനാണ്? ഇത് നികേഷ്, ഈ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയ്ക്ക് ആരെന്ന് ചോദിക്കുന്ന പോലെ ഇത് ദൈനംദിനം 10-15 വർഷമായി CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന നമ്മൾ തമ്മിൽ ഒരു നാടകത്തിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യം മാത്രമായിട്ട് എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു കളവിന് ഞാൻ കൂട്ടുനിൽക്കുകയില്ല. സഖാവ് VS അച്യുതാനന്ദൻ വർഷങ്ങളായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയെ നിരായുധമാക്കുന്ന, പാർട്ടിയെ താൻ നയിക്കുന്ന പാർട്ടിയെ തന്നെ നിരായുധനാക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ചടക്ക ലംഘനത്തിൻ്റെ ഏറ്റവും ഒടുവിലെയുള്ള ഒരു ഉദാഹരണമായിട്ടാണ് എന്നെപ്പോലെ ഒരാൾ ഇത് കാണുന്നത്. ഇത് പാർട്ടി എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ, അത് ആ ദിവസം തന്നെ നമ്മൾ എൻ്റെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് CPM-നോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഇന്ന് പാർട്ടി പറഞ്ഞ അതേ സ്പിരിറ്റിൽ തന്നെയാണ് ഞാനതിനോട് പ്രതികരിച്ചത്. കേരളത്തിലെ ഒട്ടുമിക്ക കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവരും കൃഷ്ണപിള്ളയുടെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നവരും ഇന്ന് പാർട്ടി എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യും. പക്ഷേ വ്യക്തിപരമായി എനിക്ക് ഒരു യഥാർത്ഥ പ്രശ്നം സഖാവ് VS അച്യുതാനന്ദനല്ല. സഖാവ് VS അച്യുതാനന്ദൻ്റെ അച്ചടക്ക ലംഘനത്തോട് തെറ്റുതിരുത്തി വരൂ എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാൻ നിർബന്ധിതമാകുന്ന പാർട്ടിയുടെ നിസ്സഹായതയാണ് യഥാർത്ഥ പ്രശ്നമായി ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. കാരണം സഖാവ് കൃഷ്ണപിള്ള മരിക്കുന്നതിന് മുമ്പ് എഴുതിയിരുന്ന ഉൾപാർട്ടി റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് വിമർശനമുണ്ട്, സ്വയം വിമർശനമില്ല എന്ന്. ഒരുപക്ഷെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൈതൃകത്തിൽ അതിൻ്റെ മുദ്രാവാക്യമാക്കേണ്ടിയിരുന്നത് സഖാക്കളെ മുന്നോട്ട് എന്ന രീതിയിൽ നാം മുദ്രാവാക്യം ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുദ്രാവാക്കിയതുപോലെ മുദ്രാവാക്യമാക്കി ഉൾക്കൊള്ളേണ്ടിയിരുന്ന ആ വിമർശനമുണ്ട്, സ്വയം വിമർശനമില്ല. അത് സഖാ VS അച്യുതാനന്ദനെ പോലെ ആലപ്പുഴയുടെ ഒരു വീരസന്താനത്തിന്, പുന്നപ്പറ വയലാർ സമരത്തിൻ്റെ ഒരു ധീരനായകന് അത് ബാധകമാവുന്നത് ആ സന്ദർഭം, ആ ദുരന്ത സന്ദർഭമാണ് ഈ പാർട്ടിയുടെ ഈ നിർണായക പാർട്ടി സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ വേദിയിലിരുന്നു കൊണ്ട് സ്വന്തം പാർട്ടി, അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ തന്തയെയും തള്ളയെയും തല്ലുക, ഇത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമല്ലെന്ന് പറയുമ്പോൾ കൃത്യമായ കാര്യമാണ്. അതെ, അത് തന്നെയാണ് വളരെ വർഷങ്ങളായി പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തല്ലുന്നത് ആരാണെന്ന് കേരളത്തിലെ പുല്ല് തിന്നുന്ന ജന്തുവിന് പോലും ഇന്ന് തിരിച്ചറിയാൻ കഴിയും. തന്തയെയും തള്ളയെയും തല്ലുന്നത് തടയാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഒരു പക്ഷേ എന്നെ പോലെ ഒരു വ്യക്തി. എന്താണ് VS അച്യുതാനന്ദൻ്റെ നിന്നൊരു നേട്ടമുണ്ടാക്കുന്നത്? താങ്കൾ പറഞ്ഞു വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായോ എന്തെങ്കിലും നേട്ടം ഇതിൽ നിന്ന് VS അച്യുതാനന്ദന് ഉള്ളതായി താങ്കൾക്ക് തോന്നുന്നില്ല എന്ന്. പക്ഷേ VS അച്യുതാനന്ദൻ അങ്ങനെ വെറുതെ എന്തെങ്കിലും പറയുന്നയാളല്ല. ഇതിൻ്റെ വേദിയോ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയാണ് VS അച്യുതാനന്ദൻ. അപ്പോൾ VS അച്യുതാനന്ദൻ അവിടെ എന്തോ ലക്ഷ്യമിടുന്നുണ്ട്. പിണറായി വിജയൻ കളമൊഴിയാൻ പോവുകയാണ് സംഘടനയിൽ നിന്ന്. അപ്പോൾ ആ ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ ഒരു വെടിപെട്ട് മത്സരിക്കാനെന്നുള്ള ശേഷി VS അച്യുതാനന്ദനില്ല. സംഘടനാപരമായി എന്തെങ്കിലും നേട്ടം താങ്കൾ വളരെ ദൂരെയെങ്കിലും VS അച്യുതാനന്ദന് കാണുന്നുണ്ടോ? അതോ ഞാനിത് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരും? ഇന്നിപ്പോൾ ഇത് പോട്ടെ, TK പളനി പോട്ടെ, TK പളനി വന്ന് അതിനുശേഷം വാർത്താക്കുറിപ്പിറക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതിനുശേഷം KC രാമചന്ദ്രൻ്റെ പരോൾ, KC രാമചന്ദ്രൻ ഏതാണ്ട് 2-3 ആഴ്ചയായല്ലോ, അതിലും രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതി VS അച്യുതാനന്ദൻ പാർട്ടിക്ക് ഞാൻ വഴങ്ങിയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവിടെ നമ്മളുടെ ഈ ചർച്ചകളുടെയൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ VS-ൻ്റെ പങ്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് എന്ത് രാഷ്ട്രീയ പ്രതിനിധാനമാണ് ഇത്തരം സംഭവവാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് എന്ന് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ഘട്ടങ്ങളിൽ VS എടുത്തിട്ടുള്ള നിലപാടുകളെ ഞാനടക്കമുള്ള ആളുകൾ ന്യായീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ന്യായീകരിക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം പ്രചോദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു. ഈ ഒരു വിഷയത്തിൽ എനിക്ക് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം പ്രചോദിപ്പിക്കപ്പെടുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ആ സമ്മേളനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലാക്ക് കണ്ടിട്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇത് രണ്ടും അങ്ങനെ തന്നെ തോന്നുന്നു. നമ്മളൊരു കോമൺ സെൻസ് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഈ രണ്ട് വിഷയത്തിലും, രാമേന്ദ്രൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പഴനിയുടെ കാര്യത്തിലായാലും, അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് വളരെ അസംബന്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിട്ടാണ്. പ്രത്യേകിച്ച് ആ പ്രദേശം, ഞാനിപ്പോൾ കുറേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കണ്ണാർക്കാട്ടുള്ള പല സഹാക്കളുമായിട്ട് സംസാരിച്ചിട്ടാണ് വന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ സഹാക്കൾക്ക് ഇപ്പോൾ ഈ രണ്ട് നേതാക്കളുടെയും പ്രസ്താവനകളോട് ഒരിക്കൽ പോലും യോജിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇടതുപക്ഷം വളരെ വലിയ പ്രതിസന്ധി നേരിടുന്നൊരു ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ചർച്ച കൊണ്ടുപോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള വളരെ നിസ്സാരവും അസംബന്ധ ജഡിലവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. തുടരുക. ശ്രീ ജോസഫ് സി മാത്യു, ഈ ഘട്ടത്തിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവന താങ്കൾ കണ്ടു കാണും എന്ന് വിചാരിക്കുകയാണ്. അവിടെ പാർട്ടി നിലപാടിനോട് യോജിക്കാതെ പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല എന്നുള്ള വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെത്. എന്ത് സാഹചര്യമാണ് VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിലപാടെടുത്ത ഒരു വിഷയത്തിൽ ലതീഷിനെ പോലെ ഒരു സാധാരണ മെമ്പർ ആയിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളാൻ VS-നെ പ്രേരിപ്പിക്കുന്നത്? നികേഷ് ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളോട് പ്രതികരിക്കട്ടെ. ഒന്ന്, പാർട്ടിക്കൊരു നിസ്സഹായാവസ്ഥയുണ്ട്. അതൊരു ഗൗരവകരമായ അവസ്ഥയാണ്. എല്ലാ പാർട്ടി ബന്ധുക്കളും സഹയാത്രികരും ചിന്തിക്കേണ്ടതും കണക്കിലെടുക്കേണ്ടതുമായ വിഷയമാണ് തീർച്ചയായിട്ടും. അതേപോലെ തന്നെ പിയേഴ്സൺ പറഞ്ഞതുപോലെ ഇതിലൊരു VS സാധാരണ പൊളിറ്റിക്കലായിട്ടാണ് വിഷയങ്ങളെ കാണുക. ഇതിലെന്താണ് പൊളിറ്റിക്സ് എന്നുള്ള ഒരു ചോദ്യവും വളരെ റെലവൻ്റാണ്. പക്ഷേ ഇതിന് രണ്ടിനും അപ്പുറത്ത് നികേഷ് ചോദിച്ച ഒരു സാധാരണ പാർട്ടി മെമ്പർ, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ചില്ല അങ്ങനെയൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഇതൊന്നുമല്ല. ഇതിനപ്പുറത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രജയെ വിക്ടിമൈസ്ഡ് ആകുന്നു എന്ന് തോന്നിയാൽ പ്രതികരിക്കാനുള്ളൊരു സാമാന്യ ബാധ്യതയും കൂടി ഇല്ലേ? അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതല്ലേ? ഇവിടെ
ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പത്രക്കുറിപ്പിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ലതീഷിനെ വി എസിന് അറിയാത്തതല്ല, വി എസിന് അറിയാവുന്ന ഒരു വ്യക്തി, അങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു കാര്യം, അത് അദ്ദേഹത്തിന്റെ വിശ്വാസം മാത്രമാണ്. പക്ഷെ നാളെ പോലീസ് അന്വേഷണത്തിലൂടെ തെളിവുകൾ നിരത്തപ്പെട്ട് അത് കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയാൽ വി എസിന് അത് അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴെവരെയുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വിവരങ്ങളും നമുക്ക് കിട്ടുന്ന വിവരങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്ലിംസി ആയിട്ടുള്ള ചില പാർട്ടി അംഗങ്ങളുടെ തന്നെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇവരെ പ്രതി ചേർക്കുകയും ഇവരാണിത് ചെയ്തത് എന്ന് വിക്ടിമൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ഘട്ടം അത്. രണ്ട്, ഈ സർക്കാരിന്റെ തുടക്കകാലത്തിൽ ഉമ്മൻ പോലീസ് എന്നും തിരുവഞ്ചൂർ പോലീസ് എന്നും പറഞ്ഞ് പോലീസിനെ വളരെ ശക്തമായി എതിർത്തിരുന്ന ഒരു പ്രതിപക്ഷം, അതിന്റെ രണ്ടാം പാദത്തിൽ നമുക്കറിയാം ടേണിംഗ് പോയിന്റ് ഒക്കെ, രണ്ടാം പാദത്തിൽ പൂർണ്ണമായി ഇതിനെ എൻഡോസ് ചെയ്യുകയും CBI കൂട്ടിലടക്കപ്പെട്ട തത്തയാണ്, ഈ കൂട്ടിലെ മാടത്ത മതി എന്ന് അന്വേഷണത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു സിനാരിയോ ഇപ്പോൾ കേരളത്തിലുണ്ട്. അതാണ് ഈ പരോളിന്റെ കാര്യത്തിലായാലും എല്ലാം റിഫ്ലക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഏതാ കൂട്ടി വായിച്ചാൽ, CPIയുടെ പ്രസ്താവനയായാലും കൂട്ടി വായിച്ചാൽ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ വിക്ടിമൈസ്ഡ് ആകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അവർ പാർട്ടി മെമ്പർമാരല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ഒരു ചുമതല കൂടി പ്രതിപക്ഷ നേതാവിനില്ലേ എന്നുള്ളതാണ് എൻ്റെ മറിച്ചുള്ള ചോദ്യം. ഷെൻ മാധവൻകുട്ടി, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലതീഷ് ചന്ദ്രനെ VS അച്യുതാനന്ദന് അറിയാത്തതല്ല എന്ന് സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ജോസഫ് സി മാത്യു പറയുന്നു വിക്ടിമൈസ് ചെയ്തു എന്ന് VS അച്യുതാനന്ദന് തോന്നുന്നു എന്ന്. ഇവിടെ ഏറ്റവും സാധാരണഗതിയിൽ നാട്ടിലെ ഒരു സ്തൂപം തകർത്താൽ CPMൻ്റെ പ്രതികരണം രൂക്ഷമായിരിക്കും. ഒരു DYFIയുടെയോ അല്ലെങ്കിൽ CPMൻ്റെയോ തന്നെ കൊടി തകർത്താൽ ഇത് അത്തരത്തിലൊരു പ്രതികരണവും പ്രാദേശികമായി CPMൽ നിന്നുണ്ടായിട്ടില്ല. ഒന്ന്. രണ്ട്, പ്രതിമ തകർത്തിരിക്കുന്നത് മറ്റാരുടെയുമല്ല, P. കൃഷ്ണപിള്ളയുടേതാണ്. സ്വാഭാവികമായും പാർട്ടി ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു. അതിൽ നിന്ന് പാർട്ടി മാറിക്കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒന്നും പ്രതികരിക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളെ പുറത്താക്കുക വഴി, നേരത്തെ അങ്ങനെ അന്വേഷണ ഏജൻസികൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞവരെയോ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയവരോ പുറത്താക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ലാത്ത പാർട്ടി ഇവിടെ മാത്രം ചാടിക്കയറി നടപടിയെടുക്കുന്നത് VS അച്യുതാനന്ദന് മനസ്സിലാകുന്നില്ല. അതെ നികേഷ്, ഇപ്പോൾ കേരള പോലീസിന് സഖാവ് VSന്റെ ഒരു ആശ്രിതനെ കേസിൽ പെടുത്തിയത് കൊണ്ട് എന്ത് രാഷ്ട്രീയ ലാഭമാണ് ഉണ്ടാവുന്നത്? CPMൽ ആരെയും പെടുത്തിയാൽ കിട്ടുന്ന ലാഭത്തിനപ്പുറം സഖാവ് VS അച്യുതാനന്ദൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ലതീഷ് എന്ന് പറയും, ലതീഷ് എന്നല്ലേ പേര്, അദ്ദേഹത്തിന്റെ പേര്, അതെ ലതീഷാണ് അല്ലെ. അപ്പൊ ലതീഷ് എന്ന് പറയുന്നയാളെ പ്രതി ചേർക്കുന്നത് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പോലീസിന് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലീസിന് എന്ത് രാഷ്ട്രീയ ലാഭം വിശദീകരിച്ചതാണ്. തല്ലുന്നവരാണ് എന്ന് കാണിക്കണം ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസ് ഗുണ്ടാ സംഘത്തിന്. ഓഡിയോ ശരിയല്ല. ഞാൻ പറയുന്നത് ഇതാണ്, അതായത് താങ്കൾ ചോദിച്ചല്ലോ ഉമ്മൻചാണ്ടിയുടെ പോലീസിന് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസിന് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് എന്നാണല്ലോ ചോദ്യം. VS അച്യുതാനന്ദൻ അത് വിശദീകരിച്ചിരിക്കുന്നു. CPMകാർ തന്തയെയും തള്ളയെയും തല്ലുന്നവരാണ് എന്ന് രമേശ് ചെന്നിത്തലയുടെ പോലീസിന് സ്ഥാപിക്കണം, അതിനുവേണ്ടിയാണ്. അതിനെന്തിനാ VSന്റെ ആശ്രിതനെ മാത്രം കേസിൽ പ്രതിയാക്കുന്നത്? പിണറായിയുടെ ആശ്രിതനെ ആക്കിയാൽ പോരെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെയെങ്കിലും ആക്കിയാൽ പോരെ? ഈ ആശ്രിതനെ മാത്രം പ്രതി ചേർക്കുന്നത് കൊണ്ടുള്ള എന്ത് പ്രത്യേക ലാഭമാണ് UDF സർക്കാരിനുള്ളതെന്നാണ് എൻ്റെ ചോദ്യം. അതിന് മറുപടി പറയണം. അതിരിക്കട്ടെ. ശ്രീ ജോസഫ് സി മാത്യു, താങ്കളിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഇവിടെ VS അച്യുതാനന്ദനും അറിയില്ലല്ലോ, പാർട്ടിക്ക് അറിയില്ല എന്ന വാദമാണ് ഞാൻ ശ്രീ N. മാധവൻകുട്ടിയോട് ചോദിച്ചത്. അതവിടെ നിൽക്കട്ടെ എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ VS അച്യുതാനന്ദൻ എങ്ങനെ അറിയാം? ഈ പറയുന്ന ലതീഷ് ചന്ദ്രൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ലതീഷ് ചന്ദ്രൻ ചില കാര്യങ്ങൾ VS അച്യുതാനന്ദനോട് പറഞ്ഞിട്ടുണ്ടാകും. അത് VS അച്യുതാനന്ദൻ മുഖവിലക്കെടുക്കുകയാണോ?
അങ്ങനെയാണ് എങ്കിൽ പാർട്ടിക്ക് അതിന് ന്യായമുണ്ട്. ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കളുടെ കോലം കത്തിച്ചയാളാണ് ശ്രീ ലതീഷ് ചന്ദ്രൻ. അങ്ങനെ ഒരാൾ ആ ഘട്ടത്തിൽ പാർട്ടി പുറത്താക്കിയതാണ്. ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കളുടെ കോലം കത്തിക്കാൻ കഴിയുന്ന ലതീഷ് ചന്ദ്രന് പി കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. നികേഷ്, ഞാനതിന് മറുപടി പറയാം രണ്ടിനും. ആദ്യം ശ്രീ മാധവൻകുട്ടി ചോദിച്ച ചോദ്യത്തിന് തന്നെ ഞാനതാണ് നേരത്തെ പറഞ്ഞത്. പോലീസിന്റെ നേട്ടത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. രണ്ടാം പാദത്തിൽ, ഈ സർക്കാരിന്റെ രണ്ടാം പാദത്തിൽ പോലീസിനെ പൂർണ്ണമായി എൻഡോസ് ചെയ്യുന്ന പാർട്ടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ ബാർക്കോഴ കേസ് CBI അന്വേഷിക്കേണ്ട, മറിച്ച് കേരള പോലീസ് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഈ കൂട്ടിലെ തത്തയായാലും മാടത്തെയായാലും അത് മതി. അപ്പോൾ അതുപോലെ നമുക്ക് നിരവധി ഉദാഹരണം, അവിടെയാണ് ഞാൻ ഈ പരാളിന്റെ ഉദാഹരണവും പറഞ്ഞത്. അതുകൊണ്ട് ലതീഷിനെയോ VSന്റെ ആശ്രിതൻ എന്ന് ഇദ്ദേഹം വിളിച്ച സഖാവിനെയോ പുറത്താക്കുന്നത് കൊണ്ട് ലാഭമുണ്ടാകുന്നത് ഉമ്മൻചാണ്ടിക്കോ കേരള പോലീസിനോ അല്ല. അവിടെയാണ് CPIയുടെ പരാമർശങ്ങളിലേക്കും കൂടെ ഞാൻ ശ്രദ്ധ ക്ഷണിച്ചത്. പിന്നെ നികേഷ് ചോദിച്ച ചോദ്യം, ലതീഷ് പറയുന്നതല്ല VSനെ എങ്ങനെ അറിയാം, അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അവിടെയാണ് രണ്ട് കാര്യം. ഒന്ന്, VSനെ നേരത്തെ അറിയാവുന്ന ആളാണ്, ലതീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരാളെക്കുറിച്ച് തീർച്ചയായിട്ടും അങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പ്രൂവ് ചെയ്താൽ മറിച്ച് VSനെ തിരുത്തുകയും എന്നാലും ഇങ്ങനെ ഒരാൾ ചെയ്തല്ലോ, തന്തയും തള്ളയും തല്ലുന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായല്ലോ എന്ന് VSന് ചിലപ്പോൾ പറയേണ്ടി വന്നേക്കാം. ഞാനതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ VS ഒന്നാമത് പറഞ്ഞത് പാർട്ടി നിലപാട് തിരുത്തുമെന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൈരുദ്ധ്യമാണ് ഇവിടെ കാണുന്നത്. ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ നേതാക്കളുടെ കോലം കത്തിച്ചെന്ന് പറയുന്നത് VSന്റെ സ്ഥാനാർത്ഥിത്വ പ്രശ്നത്തിന്റെ സമയത്ത് പ്രകടനം നടത്തിയ കാര്യമാണ് ഈ പറയുന്നത്. അത് മറ്റൊരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ആ കോലത്തിൽ 52 വെട്ടൊന്നും വെട്ടിയില്ല, ചിലപ്പോൾ കത്തിച്ചു കാണും. ഞാൻ പറയുന്നത് ഈ ഇവിടെയുള്ള വൈരുദ്ധ്യം, ഇവിടെ പാർട്ടി ഇതേ പോലീസ് തെളിവ് നിരത്തുകയും തെളിവ് കോടതി അംഗീകരിക്കുകയും അതിന്റെ പേരിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുകയും ചെയ്യുന്ന പ്രതികളുടെ കത്ത് ഏറിയ സമ്മേളനത്തിൽ വായിക്കുകയും ഏറിയ പ്രതിനിധികളായി അവർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സമീപനങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം, ഇന്ന് തന്നെ ഉണ്ടായ പ്രസ്താവനകളിലുള്ള വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യത്തിൽ രണ്ട് സമീപനം പാർട്ടിക്കകത്ത് നടക്കുന്നു എന്നുള്ളത് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ? അവിടെ പാർട്ടി അങ്ങനെ ഏകപക്ഷീയമായി സമീപനം ഇതിൽ എടുക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലതീഷ് പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ലതീഷ് സമർപ്പിച്ചിരിക്കുന്ന കേസിൽ പോലീസ് സമർപ്പിച്ച കുറെ തെളിവുകളുണ്ട്. അത് പരിശോധിച്ചാലും ചില ആൾക്കാരുടെ മൊഴികൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഒരു തെളിവും പോലീസിന് പറയാനില്ല. ആ ആൾക്കാരെ കുറിച്ച് VSന് അദ്ദേഹത്തിൻ്റെതായ ചില അനുമാനങ്ങളുണ്ട്. VSന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും സഖാവ് സുജാതയുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും ഒക്കെ ഈ ലതീഷിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ നടപടിയെടുക്കപ്പെട്ട ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ VS ചില തീരുമാനങ്ങൾ എത്തുന്നു. ആ സഖാവിനെ കുറിച്ച് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാനും ആളല്ല. അപ്പോൾ ഈ മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ പാർട്ടി ചാടിക്കയറി പോലീസ് നടത്തുന്ന ഒരു അന്വേഷണത്തെ എൻഡോസ് ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് VSന്റെ ഇതിൻ്റെ അകത്തുള്ള ഇൻഫറൻസ്. ഒരു പൊളിറ്റിക്സും ഇല്ലാത്തൊരു വിഷയത്തിലാണ് വലിയ തോതിലുള്ള തമ്മിലടി നടക്കുന്നത്. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. ശ്രീ NMBS ഞാൻ മടങ്ങിയെത്താം. ഇവിടെ ശ്രീ ഷുക്കൂർ, രമേശ് ചെന്നിത്തല VS അച്യുതാനന്ദൻ്റെ പങ്കാളിത്തം പോലും അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ TK പളനി പറഞ്ഞത് VS അച്യുതാനന്ദനായിരിക്കും പങ്കാളിത്തം എന്നാണ്. അതായത് ഒറ്റുകാരൻ, കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന VS അച്യുതാനന്ദനാണ് ഒറ്റുപണി എന്താണ് എന്നറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇതുവരെ ഞാൻ സംശയിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ്റെ പങ്കാളിത്തം ഇനി എനിക്ക് സംശയിക്കേണ്ടി വരും എന്ന നിലപാടിലേക്ക് ശ്രീ TK പളനി എത്തുന്നത്. ആ നിലയിലേക്ക് ഈ വിഷയം വളർന്നു കഴിഞ്ഞോ? VS അച്യുതാനന്ദൻ്റെ പങ്കാളിത്തം പോലും അന്വേഷിക്കേണ്ട ഒരു നിലയിലേക്ക്? നികേഷ്, ഈ 2013 ഒക്ടോബർ മാസം 31 തീയതി വെളുപ്പിനെ ഈ സംഭവം നടക്കുമ്പോൾ ഈ സംഭവത്തിന് ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരാണ് എന്നുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞ ഉടൻ സത്യസന്ധമായി ഞങ്ങളുടെ അന്വേഷണത്തിലും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ നിർദ്ദേശത്തിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ആ പ്രദേശത്തെ ജനങ്ങളും പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞത് CPMന്റെ വിഭാഗീയതയുടെ ഭാഗമാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആക്ഷേപിച്ചതാണ്.
ഞങ്ങൾ ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ്, ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹം ഈ അടുത്ത ദിവസവും പറഞ്ഞപ്പോൾ ഈ സഖാവ് അച്യുതാനന്ദൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഇന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞത് കോൺഗ്രസ് ഗുണ്ടകളെന്നാണ് ഈ ഈ കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ സത്യാവസ്ഥ പുറത്തോട്ട് വരികയാണ്. ഞങ്ങൾ പറഞ്ഞത് എത്രയോ ശരിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ വിഭാഗീയത അതാര് എന്നുള്ളതല്ല ഞങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രതി ആരെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, പ്രതി വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. എന്താ ഇത് വെറുതെ ഈ സത്യത്തിൽ ഇവിടെ CPMന്റെ അകത്ത് നടക്കുന്ന കുഴപ്പങ്ങളിൽ ഇപ്പോൾ CPM നേതൃത്വം അടവ് നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ അടവ് നയത്തിന്റെ ഭാഗമായി രണ്ടുപേർ തമ്മിൽ പാർട്ടി പിടിക്കുകയാണ്, രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞു നിന്നുകൊണ്ട്. അതിൽ സന്ധി ബന്ധങ്ങളോ മറ്റു തലത്തിലുള്ള താല്പര്യങ്ങളോ അല്ല, അവർക്ക് തോന്നിയതുപോലെ അതിനെല്ലാം മറ്റു സ്ഥാപിത താല്പര്യമാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് CPMന്റെ അകത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ ശ്രീ രമേശ് ചെന്നിത്തലയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ അച്യുതാനന്ദന് ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല എന്ന് സ്ഥിതി. ഏതായാലും പളനി നേരത്തെ പറഞ്ഞതും നേരത്തെ ശ്രീ CK ഭാസ്കരന്റെ മൊഴിയും അതും എല്ലാം വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് പ്രതി എന്നുള്ളത് ഇതിന്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ പല ഉന്നതരായ നേതാക്കന്മാരും കുടുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരോപണം നിഷേധിക്കുന്നുമില്ല, ആരോപണത്തിൽ ഉറച്ചു തുടരുക ദയവായി. നിൽക്കുന്നു. പിയേഴ്സൺ, വിഭാഗീയത അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി. CB ചന്ദ്രബാബു രാജിപ്രഖ്യാപനം നടത്തി. പിണറായി വന്ന് മുതിർന്ന നേതാക്കളെല്ലാം ശാസിച്ചു. ഈ കമ്മ്യൂണിസ്റ്റ് വിഭാഗീയതയുടെ ഏറ്റവും നാറിയ രൂപം അത് ആലപ്പുഴയിലാണോ? അല്ല, ഞാൻ പറയുന്നത് വിഭാഗീയതയുണ്ട് എന്നുള്ളത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. വിഭാഗീയത എവിടം വരെ പോകാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും തീർച്ചയായിട്ടും. അത് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ കുറേ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുണ്ട്, CPMകാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഴനി VSന്റെ പിന്നിലുണ്ടാകാം എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ പഴനി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് VS പറഞ്ഞതും ഒരേപോലെ കാണുന്നവരാണ്. ഈ രണ്ട് നേതാക്കൾക്കും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അവർ രണ്ടുപേരും നടത്തുമ്പോൾ അവർ രണ്ടുപേരും പാർട്ടി എന്തുകൊണ്ട് അന്വേഷണം നടത്തിയിട്ടില്ല എന്നത് സംബന്ധിച്ച് താങ്കൾക്ക് അത്ഭുതകരമായി തോന്നുന്നു? പാർട്ടി തകർന്നു എന്നത് മാത്രമായിട്ടാണോ അതിനെ പാർട്ടി കാണേണ്ടത്? അല്ല, പാർട്ടി അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടി ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കണ്ണാർക്കാട് പോലെയുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള സംഭവം നടന്നാൽ അവിടുത്തെ സഹാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ അവരെന്ത് സഹാക്കളാണ്, അവരെന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്? ഒരു അന്വേഷണം വേണ്ട, അവിടുത്തെ എല്ലാ ആളുകൾക്കും ഇത് കൃത്യമായിട്ട് അറിയാം എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം, തീർച്ചയായിട്ടും അവരതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സമൂഹം അല്ലെങ്കിൽ CPM സമൂഹം ഇതേപോലെ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. നേതാക്കളുടെ പ്രതികരണമല്ല, പാർട്ടി അംഗങ്ങളുടെ പ്രതികരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാധവൻകുട്ടി, അതല്ലേ സത്യം? ഈ പാർട്ടിക്ക് ആരോഗ്യമില്ല ഇതിൻ്റെ സത്യാവസ്ഥ കാണുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള. അതല്ല ഇവിടെ ആരോഗ്യമില്ലാത്തത്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ, ഈ നീണ്ടകാല അനുഭവത്തിൽ, ഇപ്പോൾ ഒരു ദിവസത്തെ ചർച്ച കൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഭവവും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. 10-15 വർഷമായി പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിക്കുകയും പാർട്ടിക്ക് പരിക്കേൽക്കരുതെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സഖാവ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ചടക്ക ലംഘനത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് കഴിയാത്ത ഒരു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് ഈ പ്രശ്നത്തിൻ്റെ ഹൃദയമായി ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ സഖാവ് VS അച്യുതാനന്ദന് നിരന്തരമായ പാർട്ടിയുടെ വെല്ലുവിളികളെ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു ആധികാരികത നഷ്ടപ്പെട്ട ഒരു പാർട്ടി നേതൃത്വത്തിൻ്റെ നിസ്സഹായതയാണ് ഈ അഭ്യർത്ഥനയിലൂടെ പോലും ഞാൻ ഇന്ന് കാണുന്നത്. അല്ലാതെ അദ്ദേഹത്തെ സഖാവ് VSനെ വിമർശിച്ചു എന്നുള്ളത് വലിയ വാർത്തയായിട്ട് ഞാൻ കാണുന്നില്ല. പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വിമർശിക്കാനേ കഴിയുന്നുള്ളൂ, അദ്ദേഹത്തിനെ കൊണ്ട് തെറ്റ് തിരുത്തിക്കാൻ കഴിയുന്നില്ല എന്ന അറിവ്. അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്, എന്നെ വിഷമിപ്പിക്കുന്നത്. അതൊരു ശരിയുമാണ്. അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേന്ദ്ര നേതൃത്വത്തിന് കഴിവില്ല എങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് എന്തെങ്കിലും കഴിവുണ്ടേ? അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ.
ഇവർ പറയുന്ന ഈ 15 വർഷമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് VSന്റെ ഭാഗത്ത് മാത്രമുള്ള സംസ്ഥാന പ്രശ്നങ്ങളാണ്. നേതൃത്വത്തിന് എങ്ങനെയാണ് VSനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക? അദ്ദേഹം കേന്ദ്ര അല്ല, ഇത് കമ്മിറ്റി കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത്. ഇതുള്ള സത്യം അവിടെയുള്ള ആളെയൊക്കെ വിളിച്ചു കൂട്ടി പത്രക്കാരൊക്കെ വിളിച്ചു പറഞ്ഞത് അവസാനിച്ചില്ല. പിന്നെന്ത് കൺട്രോൾ ചെയ്യാനാണിത്? ഇതൊന്നും പറഞ്ഞാൽ പോരെ? സത്യം വിളിച്ചു പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അല്ല, പാർട്ടി പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ കണ്ണാർക്കാട് കുറേ സഹാക്കളുണ്ടല്ലോ, ആ സഹാക്കളും പാർട്ടി നേതാക്കളും ഒക്കെ കൂടി ചെന്നിട്ട് ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി അവസാനിക്കുമല്ലോ. എന്തിന് പാർട്ടി വാർത്താക്കുറിപ്പ് ഇറക്കി പാർട്ടി ബോധ്യപ്പെട്ട് അംഗീകരിച്ചാണ് പ്രതികൾക്കെതിരെ നടപടി എന്ന് എഴുതി? അല്ല, ഇതിലിപ്പോൾ VSന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിതീഷ് അല്ല എന്ന് VSന് അറിയാം. ആരാണ് എന്ന് VSന് അറിയാമോ? അറിയാമെങ്കിൽ അത് പറഞ്ഞാൽ VSനും ഈ പ്രശ്നം തീർക്കാവുന്നേ ഉള്ളൂ. ഇവരെന്ത് ഇത് പറയാത്തത്? അതാണല്ലോ വിഷയം. അല്ല, ഷിയൻമാധവൻകുട്ടി പറയുന്നത് അദ്ദേഹം CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ വൈമുഖ്യം കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ വൈമുഖ്യം കാണിക്കുന്നതാണ് ഇന്ന് പാർട്ടി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നാണ് പറയുന്നത്. അല്ല, മാധവൻകുട്ടി അത് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ ആ പ്രസ്ഥാനത്തിന് പുറത്താക്കാൻ പറ്റാത്തത് എന്ന രാഷ്ട്രീയ ചോദ്യം എന്തുകൊണ്ടാണ് നിർദ്ധാരണം ചെയ്യാനായിട്ട് മാധവൻകുട്ടി ശ്രമിക്കാത്തത്? ഇവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, ഇവർക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ VS പല ഘട്ടങ്ങളിലും ഉയർത്തിയിരുന്നതായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തേണ്ടതായിട്ടുള്ള രാഷ്ട്രീയമായിരുന്നു. ആ സമയത്തൊക്കെ അവർ പാർട്ടി മൊത്തമായി ഔദ്യോഗിക പക്ഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വിരുദ്ധനായി നിന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ചെല്ലാൻ അവർക്ക് പറ്റാതെ വരികയും പൊതുസമൂഹത്തിന് മുന്നിൽ അവർ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് നടപടിയെടുക്കാൻ പറ്റാതെ പോകുന്നത്. അതാണ് മാധവൻകുട്ടി തിരിച്ചറിയേണ്ടത്. അല്ലാണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു നിസ്സഹായത പ്രശ്നമല്ലത്. കേന്ദ്ര നേതൃത്വം ഈ VSനെ അങ്ങ് പുറത്താക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ശ്രീ മാധവൻകുട്ടി, 1 മിനിറ്റിൽ മറുപടി അതിന്. എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ സഖാവ് VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണോ ഈ ലതീഷ് പ്രശ്നം? അതിൽ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ സംഘടനാപരമായ എന്തെങ്കിലും മൂല്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ? അത് വിളിച്ചുകൂട്ടി പറഞ്ഞു തീർക്കാൻ ചൂടെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വേറൊരു പ്രശ്നം പാർട്ടിയെ കരിതേക്കാനായിട്ടുണ്ടാകും. പാർട്ടി നിരന്തരമായി ഒരു ചരിത്രവൽക്കരിച്ചു കൊണ്ടല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സംഘടനാ പ്രശ്നങ്ങൾ കാണുവാൻ എനിക്ക് സാധ്യമല്ല. സഖാ VS അച്യുതാനന്ദൻ ചെയ്യുന്ന ഓരോ തെറ്റുകളുടെയും അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് ദിവസവും ചാനൽ ചർച്ച നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവർക്ക് അതാകുമായിരിക്കാം. പക്ഷേ സഖാ VS അച്യുതാനന്ദൻ പ്രശ്നത്തിൻ്റെ ഭാഗമാണ്, അദ്ദേഹം പരിഹാരമല്ല. അദ്ദേഹത്തിന് എല്ലാ ബഹുമാനത്തോടുകൂടി ഞാൻ പളനിയുടെ പൊട്ടിത്തെറിയുടെ ഭാഗമായി അദ്ദേഹമാണ് കൃഷ്ണപിള്ളയുടെ ഒറ്റുകാരനെന്നും ഞാൻ പറയില്ല, അല്ലെങ്കിൽ പഴനിയാണ് ഒറ്റുകാരനെന്നും എനിക്കറിയുന്ന പഴനിയിൽ വെച്ച് ഞാൻ പറയില്ല. അതല്ല ഇവിടെ യഥാർത്ഥ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരന്തരം ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ പടനായകനെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സഖാവിനെ അച്ചടക്കം പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വിപ്ലവകരമായ ആജ്ഞാശക്തി ഇല്ലെങ്കിൽ പിന്നീട് ഒരു മദ്യപാനിയെ പാർട്ടിക്ക് എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുക? ഇതാണ് എൻ്റെ പ്രശ്നം. N. മാധവൻകുട്ടി, NM പിയേഴ്സൺ, ജോസഫ് C. മാത്യു, A. ഷുക്കൂർ, വളരെ നന്ദി ഈ വിഷയത്തിൽ സഹകരിച്ചതിന്, എഡിറ്റേഴ്സ് അവരിൽ ഇടപെട്ടതിന്.